അപ്പോൾ കോൺട്രാക്റ്റ് വൈഫ് എന്ന സ്റ്റോറിയുടെ രണ്ടാമത്തെ പാർട്ടുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും അറിയിക്കണം. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ലോങ് സ്റ്റോറിക്ക് വ്യൂസ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ സീരീസ് ഇടുന്നില്ല എന്ന് വെക്കും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. നിന്റെ മുഖത്ത് കണ്ണില്ലേ? എവിടേക്കാണ് ഈ ഓടിപ്പിടഞ്ഞു വരുന്നത്? അതോ ഇന്നലത്തെ കെട്ടിയിറങ്ങിയില്ലേ? രുദ്രൻ ചോദിക്കുകയല്ലായിരുന്നു, ചീറുകയായിരുന്നു. ഗൗരി ആ ചോദ്യത്തിൽ വല്ലാതെ പതറിപ്പോയി. ഞാൻ കണ്ടില്ല. ഗൗരിയുടെ സ്വരം ആർദ്രമായി. രാവിലെ തന്നെ മനുഷ്യനെ മെനക്കെടുത്ത ഓരോന്ന്. അതെങ്ങനെ ഉത്സവപ്പറമ്പിൽ കുടിച്ച് തകിടം മറിഞ്ഞ് നടക്കുന്ന നിന്നെയൊക്കെ തലയിലെടുത്തു വെക്കുന്ന ഇവിടുത്തെ മുത്തശ്ശിയെ പറഞ്ഞാൽ മതി. രുദ്രൻ്റെ സ്വരത്തിൻ്റെ മുന കൂടി വന്നു. ഗൗരിക്ക് പൊടുന്നനെ കരച്ചിൽ വന്നു. പൂങ്കണ്ണീര് കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട. ഇന്നലെ നീ വലിച്ചു കയറ്റിയ കഞ്ചാവ് ബീഡിയൊക്കെ കയ്യിൽ കിട്ടണമെങ്കിൽ നീ ഏതാ മുതലെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എത്ര അവന്മാരുടെ കൂടെ ഒട്ടി നടന്നാലാണ് അതൊരെണ്ണം ഈ നാട്ടിലെ ഒരു പെൺകുട്ടിക്ക് കിട്ടുക എന്നൊക്കെ ആലോചിക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് മോൾ അഭിനയം നിർത്തി ചെല്ല്. രുദ്രൻ്റെ സംസാരത്തിൽ തെളിഞ്ഞു നിന്ന തന്നോടുള്ള വെറുപ്പ് കാണേ അവൾക്ക് ഹൃദയം പൊടിയുന്ന വേദന തോന്നി. ഇന്നേ വരെ തന്നെ ഒന്ന് പരിഗണിക്കുക കൂടെ ഇല്ലല്ലോ എന്നൊരു പരിഭവമായിരുന്നു. പക്ഷേ ഇപ്പോൾ രുദ്രൻ്റെ കണ്ണിലെ വെറുപ്പ് കാണുമ്പോൾ സത്യാവസ്ഥ ഒന്ന് പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ രുദ്രൻ പോയി കഴിഞ്ഞിരുന്നു. നിറഞ്ഞു വന്ന കണ്ണുകൾ ചുരിദാറിൻ്റെ ഷാളിലൊപ്പി അവൾ മുന്നോട്ട് നടന്നു. എങ്കിലും സന്ദീപേട്ടന് എന്നെ ഒട്ടും വിശ്വാസമില്ലല്ലേ? വിപിനും ഞാനും നല്ല സുഹൃത്തുക്കളായിരുന്നു. വിപിന് എന്നോട് മറ്റൊരിഷ്ടമുണ്ട് എന്നറിഞ്ഞ അന്ന് ആ സൗഹൃദം പോലും വേണ്ടെന്ന് വെച്ചവളാണ് ഞാൻ. എന്നെ സന്ദീപേട്ടൻ പറഞ്ഞു തീരുമ്പോഴേക്കും അമ്മയെ വിതുമ്പിപ്പോയിരുന്നു. കരയാതെ. എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ, അല്ലാതെ തന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടൊന്നല്ല പെണ്ണെ. സന്ദീപ് അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വലുത് എൻ്റെ സന്ദീപേട്ടനെയാണ്. നിങ്ങളെ ഞാൻ ദൈവത്തെ പോലെയാണ് കാണുന്നത്. എന്നെ നിങ്ങൾ അവിശ്വസിച്ചില്ലേ? അമേയ അവൻ്റെ നെഞ്ചോരം നിന്ന് വിതുമ്പി. സന്ദീപിന് അവളുടെ കരച്ചിൽ കാണേ ഉള്ളം പൊള്ളി. കരയാതടാ, സോറി. അവൻ അവളുടെ നെറുകയിൽ അത്രയും പ്രണയത്തോടെ നുകർന്നു. അന്നേരം അവളുടെ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി ഉതിർന്നു. നിന്നെ അല്ല, നിന്റെ അച്ഛനെ വരെ വിറ്റ പണമുണ്ട് ഈ അമ്മയുടെ കയ്യിൽ, അവൾ മനസ്സിൽ കുടിലതയോടെ പറഞ്ഞു. കണ്ണുകൾ തുടച്ച് അമ്മു അവനെ ഒന്ന് നോക്കി. പറ, പിണക്കം മാറാൻ ഞാൻ എന്ത് വേണം? സന്ദീപ് ചിരിയോടെ അവളെ നോക്കി. ഞാൻ പറഞ്ഞു ഫോൺ വാങ്ങിത്തന്നില്ലല്ലോ. എത്ര വട്ടമായി ഞാനത് പറയുന്നു? കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് അമ്മു പറഞ്ഞു. മോളെ, അത് അച്ചുമോളുടെ ഫീസ് അടക്കം ഉണ്ടായിരുന്നു. അതും അമ്മയുടെ ചികിത്സാ ചിലവും കൂടെ ആയപ്പോൾ എന്നെക്കൊണ്ട് കഴിഞ്ഞ മാസം കൂടിയില്ലടി. സന്ദീപ് നെറ്റിയൊന്ന് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് തന്നെയാ ഞാനും പറഞ്ഞേ. അമ്മയും പെങ്ങളെയും ഒക്കെ കഴിഞ്ഞ് സന്ദീപേട്ടന് എന്നോട് സ്നേഹമുള്ളൂ. ഞാൻ അല്ലെങ്കിലും രണ്ടാം തട്ടിലല്ലേ. അമ്മു ചുണ്ടൊന്ന് കൂട്ടി. നീ ഇതെന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നേ? എനിക്ക് അമ്മയും അച്ചുവും എന്താണോ അത് തന്നെയാണ് നീ. അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് 10 വയസ്സാണ്. അന്ന് കയ്യിലേൽപ്പിച്ചിട്ട് പോയതാണ് അവരെ. ഇപ്പോൾ നിങ്ങൾ 3 പേരുമാണ് എൻ്റെ ലോകം. ഫോൺ നമുക്ക് വാങ്ങാം. നീ ഒരു 2 ആഴ്ച ക്ഷമിക്ക്. സന്ദീപ് അവളെ ആശ്വസിപ്പിച്ചു. സത്യം? അവൾ വിടർന്ന മിഴികളോട് ചോദിച്ചു. സത്യം. സന്ദീപ് കണ്ണ് ചിമ്മി ചിരിച്ചു. നീ ഇങ്ങനെ അവളുടെ താളത്തിനനുസരിച്ച് തുള്ളാൻ നിൽക്കണ്ട. നാളെ ഒരു നാൾ സങ്കടപ്പെടേണ്ടി വരും. റിയാസ് സന്ദീപിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ ഒരു ആഗ്രഹമല്ലടാ, നടക്കട്ടെ. നീ നാളെ ബാംഗ്ലൂർ പോകുന്നു എന്നല്ലേ പറഞ്ഞത്? തിരികെ വരുമ്പോൾ നല്ലൊരു ഫോണ് നോക്കി ഇങ്ങ് വാങ്ങ്. സന്ദീപ് കയ്യിലെ പണം റിയാസിനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എടാ അമ്മേയ, അവൾ ശരിക്കും നിന്നോട് സ്നേഹം തന്നെയാണോ? റിയാസ് ആശങ്ക ഒഴിയാതെ ചോദിച്ചു പോയി. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? സന്ദീപിൻ്റെ നെറ്റി ചുളിഞ്ഞു പോയി. എനിക്കവൾ ശരിയായി തോന്നുന്നില്ലടാ. പറഞ്ഞു വരുമ്പോൾ നീ എന്നോട് പിണങ്ങും. അതാ ഞാൻ പിന്നെ ഒന്നും മിണ്ടാത്തേ. നീ മിണ്ടിയെടുത്തോളം മതി. നീ ആ വിപിൻ്റെ കാര്യം പറഞ്ഞിട്ടാ ഞാൻ അവളോട് പോയി അത് ചോദിച്ചത്. എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? അവളുടെ ഭാഗത്തായിരുന്നു ന്യായം. സന്ദീപ് റിയാസ് പറയുന്നത് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത പോലെ മുഖം വെട്ടിച്ച് കളഞ്ഞു. നീ ഒന്ന് സൂക്ഷിച്ചോ. എനിക്കിപ്പോൾ അത്രേ പറയാനുള്ളൂ. റിയാസ് അത്രയും പറഞ്ഞ് മുന്നോട്ട് നടന്നു. സന്ദീപിൻ്റെ ഉള്ളിലും അന്നേരവും അമ്മയുടെ ചിരിക്കുന്ന മുഖമായിരുന്നു. അതിനപ്പുറമുള്ള വഞ്ചനയുടെ ഗന്ധം അവൻ തിരിച്ചറിഞ്ഞില്ല. നീ ഇത് ഏത് ലോകത്താണ് ഗൗരി? എന്താ നിനക്കിത്ര ആലോചിച്ചു കൂട്ടാൻ? മുത്തശ്ശിയുടെ ചോദ്യം കേട്ടപ്പോഴാണ് ഗൗരി ചിന്തകളിൽ നിന്ന് ഉണർന്നത്.
കൈലാസത്തെ ആനന്ദവല്ലിയെ പോലെ അല്ലല്ലോ അടിയങ്ങൾ. ഒരു നേരം വീട്ടിലെ അടുപ്പ് പുകയാൻ എന്തോരം ചിന്തിക്കണം എന്നറിയാവോ? ഗൗരി കളി പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ അരികിലേക്കിരുന്നു. അത് അത്തരം ചിന്തകളൊന്നുമല്ല, വേറെന്തോ കൂടി കയറിയിട്ടുണ്ട് നിന്റെ ഉള്ളിൽ. കാര്യം പറ, അവർ ഗൗരിയെ നിർബന്ധിച്ചു. ഒന്നും പറയണ്ട എൻ്റെ ആനന്ദവല്ലി. ഇന്നലെ ഒരു കുപ്പി ചാരായവുമായി ചെന്ന് പെട്ടത് ഞാൻ നൊയമ്പും നോറ്റ് വളക്കാൻ നോക്കുന്ന ഒരു ബ്രഹ്മചാരിയുടെ മുന്നിലായിരുന്നു. ഇനി ആ ആഞ്ജനേയ ഭക്തനെ ഒന്ന് വളച്ച് കുപ്പിയിലാക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. ഗൗരി ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. എനിക്ക് നീ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല കുട്ടി. മുത്തശ്ശിയുടെ മുഖത്ത് ആശങ്കയുടെ ചുളിവുകൾ വീണു. ഗൗരി നടന്നത് അത്രയും പറയുമ്പോൾ അവർ പൊട്ടിച്ചിരിക്കുകയാണ് ഉണ്ടായത്. മുത്തശ്ശിയുടെ ചിരി കാണാൻ അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അങ്ങേർക്ക് കുറെ തിന്നാനും പിന്നെ കാണുന്നവന്മാരെല്ലാം പിടിച്ചെടുക്കാനും മാത്രമേ അറിയൂ? ഗൗരി ചുണ്ടു ചുളുക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നെ ചാരായവുമായി ഉത്സവപ്പറമ്പിൽ നിന്നെ കണ്ട അവൻ പൂവിട്ട് പൂജിക്കുമെന്ന് കരുതിയോ? മുത്തശ്ശി ചിരി അടക്കി ചോദിച്ചു. സത്യമായിട്ടും ഞാനല്ല മുത്തശ്ശി, ആ അമ്മുവ ദ്രോഹി. ഇന്നലെ ഒളിവിൽ പോയത് അവൾ. ഇനി അവൾ എൻ്റെ കൈ കിട്ടട്ടെ. ഗൗരി പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി നീ അവൻ്റെ മുന്നിലൊന്നും പോയി ചാടണ്ട. അല്ലെങ്കിലേ നീ പറഞ്ഞ പോലെ സ്ത്രീ വിരോധിയാണ്. അതിൻ്റെ കൂടെ നിന്റെ കയ്യിലിരിപ്പ് കൂടെ കണ്ട സ്ഥിതിക്ക്. മുത്തശ്ശി ഒന്ന് നിർത്തി അവളെ നോക്കി. അല്ല മുത്തശ്ശി, അങ്ങേർക്ക് വല്ല തേപ്പും കിട്ടിയിട്ടുണ്ടോ? അതാണ് ഈ സ്ത്രീകളോട് ഇത്ര വിരോധം. തേപ്പോ? ആനന്ദവല്ലി മനസ്സിലാവാത്ത പോലെ ചോദിച്ചു. ആ, ഇപ്പോൾ പ്രണയിച്ച് വഞ്ചിച്ചിട്ട് പോകുന്നതിന് തേപ്പ് എന്ന് പറയും. ഗൗരി ചിരിച്ചു. തേക്കാനും വാർക്കാനും ഒക്കെ അവൻ ഏതെങ്കിലും പെൺകുട്ടികളെ അടുപ്പിക്കണ്ടേ? ആനന്ദവല്ലിയുടെ മറുപടി കേൾക്കെ ഗൗരി പിന്നെയും ചിന്തയിലാണ്ടു. അതു ശരിയാണ്. മതം പൊട്ടി നിൽക്കുന്ന ആനയുടെ അടുത്ത് പോയി പ്രേമം പറയാൻ ആരും അല്പം ഭയക്കും. ഗൗരി ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. ആ, അവനുള്ള പെണ്ണിനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. മുത്തശ്ശി ഗൗരിയെ ഏടുകണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആര് പറഞ്ഞു? അതല്ല ഞാൻ. ആര്? നീയോ? അവൻ്റെ നിഴൽ വട്ടം കണ്ടാൽ നീ നിന്ന് തുള്ളുവല്ലേ? അപ്പോൾ ഈ നാവൊക്കെ എങ്ങോട്ട് ഇറങ്ങി പോകുന്നതെന്നാവോ? അവർ ഉറക്കെ ചിരിച്ചു. എങ്കിലേ കൈലാസത്തെ ആനന്ദവല്ലി നോക്കിക്കോ. ഇന്നേക്ക് 100-ാം നാൾ മുത്തശ്ശിയുടെ കൊച്ചുമോനെ ഞാൻ വളച്ചൊടിച്ച് കുപ്പിയിലാക്കി കാണിച്ചു തരാം. ഓ, അത്രക്കൊക്കെ വേണോ ഗൗരിയെ? ആനന്ദവല്ലി പിന്നെയും അവളെ ഇരുകയറ്റി. അങ്ങനെ എന്നെ പുച്ഛിച്ച് തള്ളുകയൊന്നും വേണ്ട. ഞാൻ കാണിച്ചു തരാം ഗൗരി ആരാണെന്ന്. അവൾ വെല്ലുവിളിയോടെ മുത്തശ്ശിയെ നോക്കി. തൻ്റെ മുന്നിൽ തെളിയുന്ന രുദ്രൻ്റെ രൂപത്തിലേക്ക് ഗൗരി അത്രമേൽ സ്നേഹത്തോടെ നോക്കി. പ്രാണൻ കൊടുത്ത് ഗൗരി സ്നേഹിച്ചവൻ ഒരു നോട്ടത്തിനും ഗൗരി എന്ന് സ്നേഹത്തോടെയുള്ള ഒരു വിളിക്കും അവൻ്റെ പിന്നാലെ അലഞ്ഞ നാളുകൾ. പക്ഷെ കണ്ണൊന്ന് ചിമ്മി തുറന്നപ്പോൾ പൊടുന്നനെ അവളുടെ സ്വപ്നത്തിൻ്റെ നിറം പറ്റി. ഹൃദയം മുറിയുന്നൊരു കാഴ്ച അവളുടെ കണ്ണുകളിലേക്ക് തുളഞ്ഞു കയറി. അമേയ ചുവന്ന പട്ടുസാരിയിൽ രുദ്രൻ ചാർത്തിയ താലിയും സിന്ദൂരവും അവൾക്ക് വല്ലാത്തൊരു അലങ്കാരമായി തോന്നുന്നു. അവൾ തന്നെ നോക്കിയ നോട്ടം. നിന്നിൽ നിന്നും അവനെ ഞാൻ തട്ടിപ്പറിച്ചെടുത്തു, എല്ലാ അർത്ഥത്തിലും എന്നൊരു ഭാവം അവളുടെ മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. രാവണൻ്റെ ജാനകിയുടെ ആത്മാവ് നഷ്ടപ്പെട്ട ദിവസം, വേരോടെ ഉറ്റ സുഹൃത്ത് തന്നെ തൻ്റെ പ്രണയം പിഴുതെറിഞ്ഞ ദിവസം. ഗൗരി ഞെട്ടലോടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ചുറ്റും ഇരുട്ട്. അന്ന് ആ വിവാഹപന്തലിൽ തൻ്റെ ഉള്ളിൽ വന്ന് നിറഞ്ഞ അതേ ഇരുട്ട്. എടി, എനിക്ക് പേടിയാവുന്നു. ഇത് വേണോ? ഗൗരി കയ്യിലെ കടലാസ് ഒന്നുകൂടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ചിത്രയെ നോക്കി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ പറഞ്ഞിട്ടല്ലേടി ഞാൻ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്. ചിത്ര ഗൗരിയെ നോക്കി കണ്ണുരുട്ടി. അത് പിന്നെ മുത്തശ്ശിയോട് വെല്ലുവിളിച്ച ഒരു ആവേശത്തിൽ. ഗൗരി ഒരു വിളറിയ ചിരി ചിരിച്ചു. ഇനിയിപ്പോൾ നനഞ്ഞു. ഇനി എന്തായാലും കുളിച്ചു കയറാം. തന്നെ ഒരുത്തി സ്നേഹിക്കുന്നുണ്ടെന്നറിയുമ്പോൾ എന്തായിരിക്കും അങ്ങേരുടെ പ്രതികരണം എന്നെങ്കിലും അറിയാമല്ലോ. ചിത്ര അവൾക്ക് ആത്മവിശ്വാസം കൊടുത്തു. അതും ശരിയാ. ഗൗരി ആലോചനയോടെ തലയാട്ടി. എങ്കിൽ വേഗം കൊണ്ടുപോയി വെച്ചിട്ട് വാ. അങ്ങേരിപ്പോൾ ഇറങ്ങി വരും. അതിനു മുന്നേ പോയിട്ട് വാ. ചിത്ര ഗൗരിയെ പ്രോത്സാഹിപ്പിച്ചു. അത്യാവശ്യം നന്നായി വരക്കുന്ന ആളാണ് ഗൗരി. നിറങ്ങൾ കൊണ്ട് മായാജാലം തീർക്കുന്നവൾ. പക്ഷെ ഈയിടെയായി അവളുടെ വിരൽത്തുമ്പ് ചലിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പെറ്റി വീഴുന്നത് രുദ്രൻ്റെ രൂപം മാത്രമായിരിക്കും. അതിലൊരു പെയിൻറ്റിങ് കയ്യിൽ പിടിച്ച് ഇറങ്ങിയതാണ് ഇരുവരും. അത് കയ്യിൽ കിട്ടുമ്പോൾ ഉള്ള രുദ്രൻ്റെ പ്രതികരണം കാണാമല്ലോ. തൽക്കാലം ഒളിഞ്ഞിരുന്നുള്ള ഇത്തരത്തിലുള്ള അമ്പുകളെ കളത്തിലിറക്കാൻ കഴിയും. നേരിട്ട് ചെന്ന് ഇഷ്ടം പറഞ്ഞ ഒരു പക്ഷേ രാവണൻ വിഴുങ്ങിക്കളയാനും സാധ്യതയുണ്ട്. ഗൗരി ഒരു നെടുവീർപ്പോടെ ഓർത്തു. പതിയെ രുദ്രൻ്റെ ബുള്ളറ്റിൻ്റെ മുകളിലേക്ക് ഭംഗിയായി ചുരുട്ടി ചുവന്ന റിബൺ വെച്ച് കെട്ടിയ കടലാസ് വെച്ചുകൊണ്ട് ഗൗരി വേഗത്തിൽ തിരിച്ചോടി.
അല്പം ദൂരെ നിന്ന് രുദ്രനും വിഷ്ണുവും വരുന്നത് ഇരുവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. ചിത്ര ഗൗരിയെ ഒന്ന് അടക്കി പിടിച്ചുകൊണ്ട് അവരുടെ ശ്രദ്ധ പതിയാൻ സാധ്യതയില്ലാത്തൊരിടത്തേക്ക് നീങ്ങി നിന്നു. ബുള്ളറ്റിൽ കയറാൻ ഒരുങ്ങുമ്പോഴാണ് രുദ്രൻ അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന കടലാസ് കാണുന്നത്. ചുവന്ന റിബൺ കെട്ടി ചുരുട്ടി വെച്ചിരിക്കുന്ന പേപ്പറിലേക്ക് അവൻ ചുരുങ്ങിയ കണ്ണുകളോടെ നോക്കി. ഇതെന്തോന്നാടാ? വിഷ്ണു അതും കയ്യിലെടുത്തുകൊണ്ട് തിരിച്ചു മറിച്ചു നോക്കി രുദ്രനോട് ചോദിച്ചു. ആർക്കറിയാം? വിഷ്ണുവിൽ കണ്ട ഒരു ആകാംക്ഷ അന്നേരം രുദ്രനിൽ ഇല്ലായിരുന്നു. തുറന്നു നോക്കിയാലോ? വിഷ്ണു ഒറ്റപ്പിരികു പൊക്കിക്കൊണ്ട് ചോദിച്ചു. നിനക്കെന്താ വിഷ്ണു, നീ അത് കളഞ്ഞിട്ട് വാ, പോയിട്ടൊരു 100 കൂട്ടം പണിയുണ്ട്. രുദ്രൻ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. നിന്റെ പ്രണയം പൂത്തുലയുമെന്ന് എനിക്ക് യാതൊരുവിധ പ്രതീക്ഷയില്ല മോളെ. ചിത്ര ഗൗരി ഒന്ന് നോക്കിക്കൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. അതെന്താ? ഗൗരി രുദ്രൻ നിൽക്കുന്ന ഭാഗത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നഖം കടിച്ചു. അത് മുട്ടിടാൻ പോലും അങ്ങേര് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ടല്ലേ പൂത്തുലയുന്നത്? അങ്ങേര് അത് മുളയിലേന്നുള്ളുമെന്ന് തോന്നുന്നു. ചിത്ര ചുണ്ടൊന്ന് കൂട്ടി. മറുപടിയായി ഗൗരി ചിത്രയുടെ നെറുകയിലേക്ക് വിരൽ കൊണ്ട് 2 മേട്ടമാങ്ങ് വെച്ചു കൊടുത്തു. മിണ്ടാതിരിക്ക്, നോക്കട്ടെ. ചിത്ര തല ഒന്ന് തടവിക്കൊണ്ട് ചുണ്ട് ചുളുക്കി. അന്നേരം വിഷ്ണു കയ്യിലെ കടലാസിൻ്റെ കെട്ടഴിച്ച് അത് നിവർത്തുന്ന തിരക്കിലായിരുന്നു. അതിലേക്ക് നോക്കിയ വിഷ്ണുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. ദേടാ നിന്റെ പടം! വിഷ്ണു ഉറക്കെ വിളിച്ചു പറഞ്ഞു. ബുള്ളറ്റിലേക്ക് കയറാൻ ഒരുങ്ങിയ രുദ്രൻ സംശയഭാവത്തോടെ വിഷ്ണുവിൻ്റെ കയ്യിലിരിക്കുന്ന കട്ടിയുള്ള വെള്ളപ്പേപ്പർ പിടിച്ചു വാങ്ങി. അതിൽ തൻ്റെ പടം, ചുവന്ന ഷർട്ടും സ്വർണ്ണ കസവുകര മുണ്ടും അണിഞ്ഞു നിൽക്കുന്ന തൻ്റെ രൂപം. ഉത്സവത്തിന് തൻ്റെ വേഷം അതായിരുന്നു എന്ന് അവൻ ആലോചിക്കാതെ ഇരുന്നില്ല. കൽവിളക്കുകൾക്കിടയിൽ തൻ്റെ രൂപം തിളങ്ങുന്ന പോലെ തോന്നി അവൻ ആ ചിത്രം കണ്ടപ്പോൾ. കയ്യിലെ ഇടിവളയും കഴുത്തിലെ രുദ്രാക്ഷവും എന്തിന് തൻ്റെ പിരികത്തിന് താഴെയുള്ള മുറിപ്പാട് പോലും അളന്ന് തിട്ടപ്പെടുത്തി വരച്ചതുപോലെ. അവൻ ആ ചിത്രത്തിലേക്ക് തന്നെ മിഴികൾ ചിമ്മാതെ നോക്കി നിന്നുപോയി. എടി ഗൗരി, നിന്റെ രാവണൻ്റെ കാറ്റുപോയോ? അനക്കൊന്നുമില്ലല്ലോ. ചിത്ര ചലനമറ്റ് നിൽക്കുന്ന രുദ്രനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഗൗരി മറുപടി ഒന്നും പറയാതെ ചിത്രയുടെ വായ അടക്കി പിടിച്ചു. ഗൗരിയുടെ ഹൃദയം ഇപ്പോൾ പൊട്ടുമെന്ന പോലും ഇടിക്കുന്നുണ്ടായിരുന്നു. പൊടുന്നനെ രുദ്രൻ്റെ കണ്ണുകൾ ആ ചായങ്ങൾക്ക് കീഴെയുള്ള ഉരുണ്ട അക്ഷരങ്ങളിലേക്ക് നീണ്ടു. പ്രണയിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോയാലോ? പകരം വേറെ ഒന്ന് എഴുതി ചേർക്കുന്നു. നിന്നെ ഞാൻ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇന്നും ഇന്നലെയുമല്ല, വർഷങ്ങളായി എന്ന് രാവണൻ്റെ ജാനകി. ആ വാചകങ്ങൾ നോക്കവേ രുദ്രൻ്റെ കൺപീലികൾ പോലും ഒരു നിമിഷം ചലിക്കാൻ മറന്നുപോയി. ചിത്രത്തിലേക്ക് നോക്കി തറഞ്ഞു നിൽക്കുന്ന രുദ്രനെ തന്നെ ഗൗരി ഇമ വെട്ടാതെ നോക്കി നിന്നുപോയി. ഒരൊറ്റ നിമിഷത്തിൻ്റെ വ്യത്യാസത്തിൽ രുദ്രൻ്റെ മുഖത്ത് ഒരു തരം പരിഹാസം വന്ന് നിറയുന്നത് ഗൗരി ഉൾഭയത്തോടെ കണ്ടു. തൊട്ടടുത്ത നിമിഷം രുദ്രൻ കയ്യിലിരുന്ന പേപ്പർ 2ആയി വലിച്ചു കീറി കഴിഞ്ഞിരുന്നു. ഗൗരിക്ക് പൊടുന്നതിൻ്റെ മുഖത്ത് അടി കൊണ്ട പോലെയായി. നിനക്കെന്താ ഭ്രാന്തോ? എന്തിനത് വലിച്ചു കീറിയത്? അടുത്ത് നിന്ന് വിഷ്ണു രുദ്രനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്കല്ല, ഇതിവിടെ കൊണ്ടുവച്ചവൾക്കാണ് ഭ്രാന്ത്. ഇതൊക്കെ മുളയിലെ നുള്ളി എറിയണം, ഇല്ലെങ്കിലേ ഇതുപോലെയുള്ള സൂക്കേടുമായി ഇനിയും വരും. രുദ്രൻ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിലും അത് വലിച്ചു കീറണ്ടായിരുന്നു. നിന്നെ അത്രയും അടുത്തെറിഞ്ഞ് വരച്ച ഒരാളാണ്, അതാ ചിത്രം കണ്ടാൽ അറിയാം. വിഷ്ണു സമർത്ഥിച്ചു. നീ ഇനി അതിനെ തർക്കിക്കണ്ട. ഏതെങ്കിലും മരം കയറി പെണ്ണായിരിക്കും. പ്രേമം മാങ്ങാ തൊലി. അല്ലെങ്കിൽ തന്നെ എന്നെക്കുറിച്ച് എന്തറിഞ്ഞിട്ട് ഈ പ്രേമം ഉണ്ടായത്? എൻ്റെ രൂപം കണ്ടിട്ടോ? രുദ്രൻ അണപ്പല്ല് കടിച്ചു ഞെരിച്ചു. വിഷ്ണു രുദ്രൻ്റെ ദേഷ്യം കണ്ടപ്പോൾ പിന്നെ അധികം സംസാരത്തിനൊരുങ്ങാതെ വണ്ടിയിലേക്ക് കയറി. നീ എത്ര നേരം എടുത്ത് വരച്ച ചിത്രമാണെന്നാ പറഞ്ഞത്? ചിത്ര തല ഉയർത്തി ഗൗരിയെ നോക്കി. 3 ദിവസം, ഗൗരി നിരാശയോടെ പറഞ്ഞു. ചിത്ര ഒന്ന് അമർത്തി മൂളി. അന്നേരമാണ് ചുവന്ന് കലങ്ങിയ ഗൗരിയുടെ കണ്ണുകൾ ചിത്ര ശ്രദ്ധിച്ചത്. ഹേയ്, നീ കരയാണാ? പിന്നെ നീ എന്ത് വിചാരിച്ചു? അതങ്ങോട്ട് കാണുമ്പോഴേക്കും നിന്റെ രാവണൻ കമിഴ്ന്നടിച്ചു വീഴുമെന്നോ? അത് നിന്റെ മനസ്സായിരിക്കും. പക്ഷെ രുദ്രൻ അത് വെറും കടലാസ് കഷ്ണമാണ്. ചിത്ര ഗൗരിയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ പതിയെ തുടച്ചു കൊടുത്തു. ഇടി മണ്ടി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് വെറും കടലാസ് തുണ്ടല്ല, നിന്റെ ഹൃദയമാണെന്ന് അങ്ങേർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതൊക്കെ നടക്കൂടി? ഗൗരി പ്രതീക്ഷയോടെ ചിത്രയെ നോക്കി. നീ ഇനിയും കുറേ വരച്ചു കൂട്ടിക്കോ. കീറി മടുക്കുമ്പോൾ രുദ്രൻ നിന്നെ തിരഞ്ഞിറങ്ങുമായിരിക്കും. ചിത്ര ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. അയ്യോ, എന്നെ തേടിയോ? പിന്നല്ലാതെ നീ എല്ലാ കാലത്തും ഇങ്ങനെ സന്ദേശം അയച്ച് പ്രേമിക്കുക എന്നാണോ വിചാരിച്ചു വെച്ചേക്കുന്നത്? ചിത്ര നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ഗൗരിയുടെ ശ്രദ്ധ അന്നേരവും വഴിയിൽ ചിന്നിച്ചിതറി കിടക്കുന്ന താൻ വരച്ച ചിത്രത്തിലേക്ക് തന്നെയായിരുന്നു.
ചിട്ടിയൊന്ന് തരപ്പെടുത്തിയെടുക്കാൻ എന്തോരം കഷ്ടപ്പെട്ടെന്നോ. മഴക്കാലം വരുന്നതിന് മുമ്പേ ആ അടുക്കള വശം ഒന്ന് സിമൻ്റൊക്കെ തേച്ച് മെനയാക്കണം. ശ്യാമള കയ്യിലിരുന്ന പണം എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ട് ഒന്ന് നെടുവീർപ്പിട്ടു. അടുക്കള മെനയാക്കിയാലും ഇല്ലെങ്കിലും എനിക്ക് കോളേജിൽ അടക്കമുള്ള ഫീസ് ഇങ്ങ് തന്നേക്കണം. അമ്മയെ ചിപ്സ് വായിലേക്കിട്ട് കുടിച്ചുകൊണ്ട് പറഞ്ഞു. പോയി നിന്റെ അച്ഛനോട് ചോദിക്കടി. ഇവിടെ മനുഷ്യർ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നെട്ടോട്ടോടുക. 4 നേരം നിന്റെ അണ്ണാക്കിലോട്ട് എന്തെങ്കിലും പോകണമെങ്കിൽ അടുപ്പ് പുകയണം. ശ്യാമള കലിയോടെ പറഞ്ഞു. നിങ്ങൾ എൻ്റെ തള്ള തന്നെയാണോ? എനിക്കൊരു ആവശ്യം വരുമ്പോൾ പിന്നെ ഞാൻ നാട്ടുകാരോട് ചോദിക്കാൻ പറ്റുമോ? അമ്മയെ പല്ലിഞ്ഞരിച്ചു. നിന്നെപ്പോലെ ഒരുത്തിയെ പെറ്റിട്ടു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ നീ കോളേജിലേക്ക് എഴുന്നള്ളുന്നത് എന്തിനാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പഠിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ കേൾക്കാൻ ഒരു രസമുണ്ടായിരുന്നു. ഇതിപ്പോൾ കണ്ണി കണ്ട എല്ലാ ചെറുക്കന്മാരും നിന്റെ കാമുകന്മാരാണല്ലോ. നിങ്ങൾക്ക് ഉളുപ്പുണ്ട തള്ളേ, സ്വന്തം മോളുടെ മുഖത്ത് നോക്കി ഇമ്മാതിരി വർത്തമാനം പറയാൻ. ഉള്ളതല്ല പറഞ്ഞുള്ളൂ. ശ്യാമളയും വിട്ടുകൊടുത്തില്ല. എങ്കിലേ ഞാൻ എൻ്റെ കാമുകന്മാരെ പിഴിഞ്ഞുണ്ടാക്കുന്നതിൻ്റെ ഒരു വിഹിതം നിങ്ങളുടെ വായിലോട്ടും കൂടി അല്ലേ പോകുന്നത്? അമ്മുവിൻ്റെ മറുപടിയിൽ ശ്യാമളയുടെ വായ അടഞ്ഞുപോയി. അമേയ ചവിട്ടിത്തുള്ളി മുറിയിൽ കയറി വാതിൽ വലിച്ചടച്ചു. കുറച്ച് സമയം കട്ടിലിൽ അങ്ങനെ കിടന്നപ്പോൾ അറിയാതെ അവൾ ഉറങ്ങിപ്പോയി. പിന്നീട് എപ്പോഴോ മഴക്കഞ്ഞെട്ടി ഉണരുമ്പോൾ പുറത്തു നിന്നും അച്ഛൻ്റെ ഭരണിപ്പാട്ടും അമ്മയുടെ ഉറക്കെയുള്ള നിലവിളിയും അമ്മയെ കേൾക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ മദ്യപിച്ചു വന്ന് എന്ന് രാത്രിയും നടക്കുന്ന സ്ഥിരം കലാപരിപാടി ആയതുകൊണ്ട് അവൾക്കത് കേട്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ദേഹത്തിട്ട പുതപ്പ് ഒന്നൂടെ തലവഴി മൂടിക്കൊണ്ട് അമ്മയ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഇത്ര എളുപ്പം സന്ദീപേട്ട ഇത് വാങ്ങുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അമ്മയ കയ്യിലിരിക്കുന്ന ഫോൺ തിരിച്ചു മറിച്ചു നോക്കിക്കൊണ്ട് കൗതുകത്തോടെ പറഞ്ഞു. നിനക്കിഷ്ടപ്പെട്ടോ? സന്ദീപ് അമ്മയെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. ഇഷ്ടപ്പെട്ടു. അമ്മയെ ചിരിയോടെ തലയാട്ടി. ബുദ്ധിമുട്ടായോ? ഇല്ലടാ, അച്ഛമ്മളുടെ ഫീസ് പെൻഡിങ് ആയിട്ടുണ്ട്. അത് സാരമില്ല, അത് ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. സന്ദീപ് വാത്സല്യത്തോടെ അമ്മുവിൻ്റെ നെറുകയിൽ തലോടി. പൊടുന്നനെ അമ്മയെ അവൻ്റെ കൈ വലിച്ചെടുത്തുകൊണ്ട് ഇറുക്കെ ചുംബിച്ചിരുന്നു. സന്ദീപിന് അത് അപ്രതീക്ഷിതമായതിനാൽ അവനൊന്ന് ഞെട്ടി. സന്ദീപിൻ്റെ മുഖം നാണത്താൽ ചുവന്നു വരുന്നത് കണ്ടതും അമ്മയ്ക്ക് ചിരി പൊട്ടി. അവൾ കഷ്ടപ്പെട്ട് ചിരിയടക്കി. മണ്ടൻ! അമ്മയെ ഉള്ളാലെ സന്ദീപിനെ നോക്കി വിളിച്ചു. സന്ദീപിനെ കാമുകനായി കൊണ്ട് നടക്കാൻ അമ്മയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായ കാര്യമായിരുന്നു. ചുഴിഞ്ഞുള്ളൊരു നോട്ടമോ അരുതാത്തൊരു സ്പർശനമോ ഇന്നേ വരെ ആളുടെ അടുത്ത് നിന്നുണ്ടായിട്ടില്ല. ദിവ്യപ്രേമത്തിൻ്റെ അവസാന വാക്കാണ് സന്ദീപ്. വിപിനെയൊക്കെ കൊണ്ട് നടക്കുമ്പോൾ കുറച്ചധികം താൻ വെള്ളം കുടിച്ചിട്ടുണ്ട്. ഒരവസരം കിട്ടിയാൽ അവൻ്റെ കൈ തൻ്റെ ദേഹത്താണ്. ചെറിയ രീതിയിലുള്ള തൊടലും തലോടലും മറ്റും താനും ആസ്വദിക്കുമെങ്കിലും അത് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ അമ്മയെ ആഗ്രഹിച്ചിരുന്നില്ല എന്നത് മറ്റൊരു സത്യം. വിപിനും അരവിനുമെല്ലാം 100 സംശയങ്ങളാണ്. സന്ദീപേട്ടൻ പിന്നെ താൻ കണ്ണൊന്ന് നിറച്ചാൽ അവിടെ നിർത്തും ചോദ്യവും പറച്ചിലും എല്ലാം. കൊക്കെത്ര കുളം കണ്ടതാ, അമ്മയ പുച്ഛത്തോടെ ഓർത്തു. എടി, ഇനി ഇത് വേണ്ടടി. എന്തിനാ വെറുതെ ആ കാട്ടുപോത്തിൻ്റെ അടുത്ത് നിന്ന് കുത്തിയിരുന്ന് വാങ്ങുന്നത്? ഗൗരി ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പം നിനക്കറിയാം നീ പ്രേമിക്കുന്നത് നല്ല അസൽ കാട്ടുപോത്തിനെയാണെന്ന്. ചിത്ര അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. അത് പിന്നെ നാടുമൊത്തം അറിയുന്ന കാര്യമാണല്ലോ. ഗൗരി കൈമലർത്തി. നല്ല ബെസ്റ്റ് ക്യാമുകി. ചിത്ര അവളെ നോക്കി പുച്ഛിച്ചു. ലേഡി മിണ്ടലടി, ആ വരുന്നു രുദ്രേട്ടൻ. ഗൗരി പരിഭ്രമത്തോടെ പറഞ്ഞു. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. ചിത്ര കൈകൂട്ടി തിരുമ്മിക്കൊണ്ട് ഒന്നുകൂടെ പതുങ്ങി നിന്നു. ദൂരെ നിന്നും വരുന്ന രുദ്രൻ ആരോടോ ഫോണിൽ ചീത്ത വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വെലിഞ്ഞു മുറുകിയിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ നേരം ഫോണിൽ ചീത്ത വിളിച്ചാണ് അവൻ ഫോൺ വെച്ചത് പോലും. എജ്ജാതി തെറി. നിനക്ക് ഇനിയും അവസരമുണ്ട്. ജീവൻ വേണമെങ്കിൽ ഈ പ്രേമ പരിപാടി അവസാനിപ്പിച്ച് ആ സൽഗുണസമ്പന്നൻ്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടോ. ചിത്ര ഗൗരിക്ക് മുന്നറിയിപ്പ് കൊടുത്തു. ഒന്ന് പോയേടി. ഗൗരിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഫോൺ വെച്ച് ബുള്ളറ്റിലേക്ക് കയറാൻ നേരമാണ് 3-4 ദിവസം മുന്നേ കണ്ടതുപോലെ ഒരു കടലാസ് റിബൺ കെട്ടി വെച്ച പോലെ അതിലിരിക്കുന്നത് കാണുന്നത്. അത് കണ്ട വഴിക്ക് രുദ്രൻ്റെ ദേഷ്യം 2 ഇരട്ടിയായി. അവൻ ചുറ്റും ഒന്ന് നോക്കി. ഗൗരിയും ചിത്രയും ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് നിന്നു. രുദ്രൻ കടലാസ് കഷ്ണം കയ്യിലെടുത്തുകൊണ്ട് ഒരു വട്ടം കൂടെ ചുറ്റും നോക്കി. ആളില്ലെന്ന് ഉറപ്പുവരുത്തി അത് നിവർത്തി നോക്കി. അതിൽ തൻ്റെ 2 ഭാവങ്ങളുള്ള മുഖം. ഇടത് കോപവും വലതു ഭാഗം പുഞ്ചിരിയും. ഗൗരവം നിറഞ്ഞ ഭാഗം ഇലപുഴിയും കാലവുമായി ബന്ധപ്പെടുത്തി സ്വർണ്ണ നിറമുള്ള കുഞ്ഞു കുഞ്ഞു ഇലകൾ കൊണ്ട് ഭംഗിയായി വരച്ചിരിക്കുന്നു. വലത് വസന്തകാലവും ചുവന്ന പൂക്കൾ കൊണ്ട് സമ്പന്നമായ വസന്തകാലം. രുദ്രൻ കണ്ണിമ വെട്ടാതെ അതിലേക്ക് തന്നെ നോക്കി. തൻ്റെ പല്ലിൻ്റെ ഘടന പോലും അതിൽ വ്യക്തമായിട്ടുണ്ട് എന്ന് രുദ്രന് തോന്നി. അതിന് കീഴെ 3-4 ദിവസം മുന്നേ കണ്ട അതേ കൈയക്ഷരം.
ഹേമന്തത്തിൻ്റെ പിടിമുറുക്കത്തിൽ ദ്രവിച്ചു തുടങ്ങിയ ഒരു ചിരിയുണ്ട് രാവണനുള്ളിൽ. കൊഴിഞ്ഞു വീണ സ്വർണ്ണ നിറമുള്ള ഇലകൾക്കിടയിൽ ഞാനത് തിരയാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി. അടുത്ത വസന്തകാലത്ത് ഞാൻ ഉണ്ടാകും നിന്നരികിൽ. അന്ന് എനിക്ക് വേണ്ടി നീ ഉള്ളു തുറന്നൊന്ന് ചിരിക്കണം. ഈ ജാനകിക്ക് അതിലും ഭംഗിയുള്ള ഒരു വസന്തകാലം വേറെ കിട്ടാനുണ്ടോ? രുദ്രൻ്റെ കയ്യിലിരുന്ന കടലാസ് വിറച്ചു. അത് വെടിച്ചു കീറാൻ ബുദ്ധി കൽപ്പിക്കുമ്പോഴും ഹൃദയം അരുതെന്ന് പറയുന്നു. ഏതൊരു പെണ്ണിൻ്റെ കേവലം ചാബല്യങ്ങൾ എന്ന് ബുദ്ധി മുദ്ര കുത്തുമ്പോഴും അതൊരുവളുടെ മനസ്സാണെന്ന് ഹൃദയം തർക്കിക്കുന്നു. രുദ്രൻ്റെ ഉള്ളു കനത്തു. ഇത് വരച്ചവൾ തൻ്റെ അരികിൽ എവിടെയെങ്കിലും നിന്ന് തന്നെ നിരീക്ഷിക്കുന്നുണ്ടാവുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. കയ്യിലിരിക്കുന്ന കടലാസ് വലിയൊരു ചോദ്യചിഹ്നമായി മാറുന്ന പോലെ അവന് തോന്നി. ഉപേക്ഷിക്കണോ അതോ കൂടെ കൂട്ടണോ? കൂടെ കൂട്ടിയാൽ ഒരു പക്ഷേ പിന്നീട് ഒരിക്കലും കരകയറാൻ പറ്റാത്ത അത്രയും വലിയ ബാധ്യതയാവുമോ അത് എന്നവൻ ആശങ്കപ്പെട്ടു. ഗൗരി പിടയുന്ന നെഞ്ചോടെ അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു. രുദ്രൻ ഒരു നിമിഷത്തെ തോന്നലിൽ അത് പിന്നെയും രണ്ടായി കീറിയെറിഞ്ഞു. ഗൗരിയുടെ നെഞ്ച് വിങ്ങി. ചിത്രക്കും വല്ലാത്ത സങ്കടം തോന്നി. ഓരോ തവണയും അവൻ കീറിയെറിയുന്നത് തൻ്റെ പ്രണയിനിയുടെ ഹൃദയമാണെന്ന് അവൻ അറിയുന്നില്ലല്ലോ. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ രുദ്രൻ ബുള്ളറ്റിലേക്ക് കയറി. ഞൊടിയിടയിൽ പൊടി പറത്തിക്കൊണ്ട് അത് മുന്നോട്ട് കുതിച്ചു. ചിത്ര വേഗത്തിൽ ഓടിച്ചെന്ന് അവൻ കീറിയെറിഞ്ഞ കടലാസിലെ മണ്ണ് തട്ടി മാറ്റിക്കൊണ്ട് കയ്യിലെടുത്തു. ഗൗരി ചിത്രയെ നോക്കി മൗനമായി നിന്നു. ഗൗരിക്ക് സങ്കടമായി എന്ന് ചിത്രക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. നീ ഇങ്ങനെ തളരാതെ എൻ്റെ ഗൗരി, അല്ലെങ്കിലും ആ മല പെട്ടെന്നൊന്നും ഒരുകില്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ നമ്മൾ ഈ പണിക്കിറങ്ങിയത്. ചിത്ര ഗൗരിയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചേർത്ത് പിടിച്ചു. നല്ല അവിയലുണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് എൻ്റെ അമ്മ. വീട്ടിൽ പോയി അതും കൂട്ടി 2 പ്ലേറ്റ് ചോറങ്ങ് വാരി ഉണ്ടിട്ട് അടുത്തത് വരക്കാൻ നോക്കടി. നിന്റെ രുദ്രേട്ട ഇതുപോലെ ഇനിയും കയറിയെറിയുമായിരിക്കും. അങ്ങനെ അത് അങ്ങ് സ്ഥിരം ആയി പെട്ടെന്നൊരു ദിവസം ഇത് കിട്ടാതെ വരുമ്പോൾ അങ്ങേര് ഇതിന് കാത്തിരുന്നു തുടങ്ങും. നീ കണ്ടോ? ചിത്ര ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. പക്ഷെ ഗൗരിയുടെ ആത്മവിശ്വാസം ചോർന്നു പോകാൻ തുടങ്ങിയിരുന്നു. താൻ അത്രയും പറഞ്ഞിട്ടും ഗൗരിയുടെ മുഖം തെളിഞ്ഞിട്ടില്ല എന്ന് ചിത്രയും ശ്രദ്ധിച്ചിരുന്നു. ചിത്ര ഗൗരിയെ എന്തോ പറഞ്ഞ് ഉപദേശിക്കാൻ തുടങ്ങുമ്പോഴാണ് രുദ്രൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം ഇരുവരുടെയും ചെവിയിലേക്ക് അടിച്ചു കയറുന്നത്. ദൂരെ നിന്നും അവൻ്റെ ബുള്ളറ്റ് കണ്ണിൽ പെട്ടതോടെ ഇരുവർക്കും ആദിയായി. ഇങ്ങനെയല്ലേ ഇപ്പോൾ കാറ്റുപോലെ പോയത്, ഇതിപ്പോൾ എന്തിനാ പിന്നെയും കെട്ടിയെടുക്കുന്നേ? ചിത്രയും ഗൗരിയും പരിഭ്രാന്തിയോടെ ഒളിക്കാനുള്ള സ്ഥലം തേടി. ചിത്ര കയ്യിലുള്ള പടം താഴേക്ക് തന്നെ ഇട്ടുകൊണ്ട് വേഗത്തിൽ ഗൗരിയെയും വിളിച്ചുകൊണ്ട് മറഞ്ഞു നിന്നു. രുദ്രൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതും ചുറ്റും കണ്ണോടിക്കുന്നതും പെൺകുട്ടികൾ മറഞ്ഞു നിന്ന് നോക്കി. തൊട്ടടുത്ത നിമിഷം അവൻ്റെ കണ്ണുകൾ താഴെ കിടക്കുന്ന കടലാസുകളിലേക്ക് നീണ്ടു. അവൻ അത് വേഗത്തിൽ കയ്യിലെടുത്ത് ഒന്നുകൂടെ ഇരുത്തി നോക്കിയതിന് ശേഷം തിരികെ ബുള്ളറ്റിലേക്ക് തന്നെ വെച്ചുകൊണ്ട് അത് ഓടിച്ചുപോയി. ആ കാഴ്ച കാണെ ഗൗരി കണ്ണൊന്ന് കൂട്ടി തിരുമ്മി. അസ്ത്രം കൊള്ളേണ്ടിടത്ത് കൊണ്ടു തുടങ്ങിയേടി. ചിത്ര വായും പൊളിച്ച് നിന്നുപോയി. ഗൗരിക്ക് അന്നേരവും തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഉമ്മറത്തെ തൂണിൽ ചാരി മുറ്റത്തെ കൂരാക്കൂരിട്ടിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ഗൗരി. മോളെ, നീ കഴിക്കുന്നില്ലേ? സാവിത്രി പതിയെ ഗൗരിയുടെ അരികിൽ വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. വിശപ്പില്ല അമ്മേ, ഗൗരി പതിയെ പറഞ്ഞു. ആ ചതിയനെ ഓർത്താണോ മോൾ ഇനിയും സങ്കടപ്പെടുന്നത്? അവനൊന്നും ഒരു കാലത്ത് ഗുണം പിടിക്കില്ല. എൻ്റെ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ച് മറ്റൊരുത്തിയുടെ പിന്നാലെ പോയതല്ലേ. നോക്കിക്കോ, ആ ദീപ്തി എന്ന് പറയുന്നവൾ തന്നെ അവന് തിരിഞ്ഞു കൊത്തു. സാവിത്രി രാജീവിനെ പ്രാഗിക്കൊണ്ടിരുന്നു. ഗൗരിക്ക് സാവിത്രിയുടെ വാക്കുകളിൽ പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. ആകെ മൊത്തം ഒരു മരവിപ്പായിരുന്നു. അല്ലെങ്കിലും രാജീവ് എന്നാൽ എന്നും തനിക്കൊരു നിർവികാരത തന്നെയാണ്. വാശിപ്പുറത്ത് നടത്തിയ ഒരു വിവാഹം തൻ്റെ മനസ്സ് കാണാൻ ഒരിക്കലും പോലും അയാൾ ശ്രമിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തന്നെ ഭാര്യയെ പീഡിപ്പിച്ചവൻ. അന്ന് താൻ അനുഭവിച്ച കൊടും വേദന കരഞ്ഞ് തളർന്നുറങ്ങിയ മതിവിധ നാളുകൾ പിന്നീടാണ് മനസ്സിലാവുന്നത്. കിടപ്പറയിൽ സ്വന്തം കഴിവില്ലായ്മ പുറത്തു ചാടുമ്പോഴായിരുന്നു അയാൾ തന്നെ ഉപദ്രവിച്ചിരുന്നത് എന്ന്. അയാളുടെ തലച്ചോറിൽ നിറയെ ലൈംഗിക വൈകൃതങ്ങളായിരുന്നു. ഇണയെ വേദനിപ്പിച്ച് അതിൽ ഹരം കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ. ആ ഓർമ്മയുടെ തീച്ചുളയിലിരിക്കുമ്പോൾ അവളുടെ കൈ പൊടുന്നനെ വലത്തെ മാറിലൂടെ ഒന്ന് തെന്നി നീങ്ങി. അയാൾ എരിയുന്ന സിഗരറ്റ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച പാടുകളായിരുന്നു അവിടെ നിറയെ. അവിടമെല്ലാം തനിക്ക് ഇപ്പോഴും പൊള്ളുന്നുണ്ട് എന്ന് തോന്നിപ്പോയി ഗൗരിക്ക്. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും താലി കെട്ടിയവൻ്റെ കുറവുകൾ നിരത്താതെ അവനെ ഈശ്വരനായി തന്നെ കാണാൻ ശ്രമിച്ചതാണ് തനിക്ക് പറ്റിയ തെറ്റ്. എന്നിട്ടും അയാൾ അതിന് പകരമായി തനിക്ക് തന്ന സമ്മാനം. പൊടുന്നനെ അയാൾ ഏറ്റവും വികൃതമായി തൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തൊരു രാത്രി അവളുടെ ഉള്ളിലേക്ക് ഓടി വന്നു. തൻ്റെ മുറിയിൽ താനും രാജീവേട്ടനും ഒരുമിച്ച് കിടന്ന അതേ കിടക്കയിൽ അമിതമായ കാമശക്തിയോടെ കിടക്ക പങ്കിടുന്ന രാജീവും ദീപ്തിയും.
ആ കാഴ്ച ഇപ്പോഴും കൺമുന്നിൽ കാണുന്ന പോലെ ഗൗരി അറപ്പോടെ തലകുടഞ്ഞു. ക്ലബിൻ്റെ ഇനാഗുറേഷന് ശ്യാമള മാഡം തന്നെ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആഡംബരങ്ങൾ തിങ്ങി നിറഞ്ഞ പടുകൂറ്റൻ വീടിൻ്റെ വിശാലമായ ഹാളിൽ ഇരിക്കുകയായിരുന്നു 4 സ്ത്രീകൾ. മുഖം നിറയെ പുട്ടിയും വാരിപ്പുരട്ടി സ്വർണത്തിൽ കുളിച്ചിരിക്കുന്ന സ്ത്രീകൾ പലരും പൊങ്ങച്ചത്തിൻ്റെ ആൾരൂപങ്ങളാണെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാമായിരുന്നു. ഓ, ഒന്നും പറയാൻ പറ്റില്ല മാലതി, ഞങ്ങളുടെ ഡയമണ്ട് ജ്വല്ലറിയുടെ ഇക്വലേഷനാണെന്ന്. പറ്റുമോ എന്ന് നോക്കട്ടെ. മമ്മി, ഇക്വലേഷൻ അല്ല, ഇനോഗുറേഷൻ. അമേയ ശ്യാമളയുടെ കയ്യിൽ ഒരു നുള്ളു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആ യെസ് ഇനാക്കുലേഷൻ. ശ്യാമള പൊടുന്നനെ തിരുത്തി പറഞ്ഞു. എതിർഭാഗം ഇരിക്കുന്ന സ്ത്രീകളിൽ 2 പേർ അത് കേൾക്കെ അടക്കി ചിരിച്ചു. അല്ല ശ്യാമളെ, ചോദിക്കുന്നതുകൊണ്ട് തോന്നരുത്, അമ്മയും ഹസ്ബൻഡും തമ്മിൽ എന്തായിരുന്നു പ്രോബ്ലം? കുഞ്ഞിപ്പോഴും അയാളുടെ കൂടെയല്ലേ? മാലതി അല്പം പരിഹാസത്തോടെ ചോദിച്ചു. ആക്ച്വലി അവനൊരു റാൽക്കലാണ്, ശ്യാമള പുച്ഛത്തോടെ പറഞ്ഞു. റാൽക്കൽ എന്നല്ല മമ്മി, അമേയ ഒരു വളിഞ്ഞ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ അത് തന്നെ, എൻ്റെ മോളെപ്പോലെ ഇത്രയും സ്വഭാവ ഗുണമുള്ള ഭാര്യയെ കിട്ടിയിട്ടും അവൻ തോന്നിയ പോലെ നടക്കുകയായിരുന്നു, ശ്യാമള കൂട്ടിച്ചേർത്തു. അങ്ങനെയല്ലല്ലോ നാട്ടുകാർ പറഞ്ഞു കേൾക്കുന്നത്. അമ്മയുടെ അഴിഞ്ഞാട്ടം കാരണം രുദ്രനാണ് ഡിവോഴ്സിന് നോട്ടീസ് അയച്ചത് എന്നാണല്ലോ. മാലതിയുടെ തുറന്നടിച്ചുള്ള ചോദ്യത്തിൽ അമ്മയുടെയും മോളുടെയും മുഖം വിളറുന്നത് മാലതിയും കൂട്ടരും ഒരു ഗൂഢ സന്തോഷത്തോടെ നോക്കിയിരുന്നു പോയി. തുടരും. സൂര്യകാന്തി. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്തേണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പാർട്ട് 3യുമായി ഞാൻ നാളെ തന്നെ വരുന്നു. ഓക്കെ, താങ്ക് യു.